നമസ്കാരം. നിങ്ങളുടെ ഫോൺ അയൺ ബോക്സ് പോലെ ചൂടാറുണ്ടോ? നിങ്ങളുടെ ഫോൺ ബാറ്ററി പകുതി ദിവസമാകുമ്പോൾ തന്നെ തീർന്നു പോകാറില്ലേ? പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ഫോണിന്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഫോണിൽ ഓണായി കിടക്കുന്ന ചില ഹിഡൻ സെറ്റിംഗ്സുകളാണ് ഇതിന് വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം വീഡിയോയിലേക്ക് വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം മുകൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ കണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ ഇന്റർഫേസിലേക്ക് വരും. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ കണ്ട ജനറൽ, അതിന് ഇവിടെ ഒരു ഡൗൺവേർഡ് ആരോ ഉണ്ടോ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇന്റർഫേസിലേക്ക് വരും. ഇവിടെ നിന്ന് ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനുകളാണ്. ഇതെല്ലാം നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്ത് എടുക്കുകയായിരിക്കും. ഇത് ഓൺ ചെയ്ത് കിടന്നുള്ള കുഴപ്പം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ എപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന് അപ്ഡേറ്റ് ഉണ്ടോ, അതിന് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ, എല്ലാ നോട്ടിഫിക്കേഷനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനും നമ്മുടെ മൊബൈൽ അൺനെസസറി ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇതിൽ കാണുന്ന ഈ ആദ്യത്തെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ നിൽക്കട്ടെ. കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും പേയ്മെൻറ്റോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരുന്ന ഓപ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അതുപോലെ നിലനിർത്തുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വീണ്ടും ബാക്ക് പോയതിനു ശേഷം നേരത്തെ പോലെ തന്നെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ രണ്ടാമത് കാണുന്ന നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോണിലെല്ലാം തന്നെ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ ആയിരിക്കും ഓണായി കിടക്കുന്നത്. ഇത് മാറ്റിയതിനു ശേഷം ഈ അവസാനത്തെ ഓപ്ഷൻ ഡോണ്ട് ആഡ് ടു അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം മറ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ എപ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ എല്ലാവരുടെ ഫോണിലും ഒരു 10-30 ആപ്ലിക്കേഷനിൽ കാണും. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെയിലി ഇതിന് അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡേറ്റ തീർന്നു പോകും. ചിലപ്പോൾ നമ്മുടെ ഫോൺ അനാവശ്യമായി ചൂടായെന്നിരിക്കും, നമ്മുടെ ഫോൺ ലാഗ് ആയെന്നിരിക്കും. ഇങ്ങനെയുള്ള ഒരു 80% പ്രോബ്ലം നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഓപ്ഷനൊക്കെ ഒന്ന് സെലക്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.